ഒരു ഭർത്താവും ഒരു ഭാര്യയും എപ്പോൾ നോക്കിയാലും ഇവർ തമ്മിൽ തല്ലെടുത്തു. അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഈ ഭാര്യ തൻ്റെ കപ്പിൾ നെയ്ബേഴ്സിനെ ഒരു ചായക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. ചുമ്മാ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. പക്ഷെ ഈ പെണ്ണിന് ഒരു ഉദ്ദേശമുണ്ട്, ഇവരെ ക്ഷണിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്, ഒരു ദുരുദ്ദേശം എന്ന് പറയാം. പക്ഷെ ഈ വരുന്ന കപ്പിൾക്ക് അതിനെക്കാട്ടും വേറെ വലിയ അതുക്ക് മേലെ ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ ഇവരുടെ ഉദ്ദേശം ഒന്നും അറിയാത്ത ഈ ഭർത്താവ് പാവം അതിൻ്റെ ഇടയിൽ പെട്ടുപോവുകയാണ്. ഈ ഒരു ഇൻവൈറ്റിൻ്റെ ഇടയിൽ, ദ ഇൻവൈറ്റ് എന്ന പടത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഈ ഭർത്താവും ഭാര്യയും എപ്പോൾ നോക്കിയാലും തല്ലെടുത്ത് തോന്നും. അപ്പൊ ഇവർക്ക് കുറച്ച് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടക്കാണ് ഈ പെണ്ണ് ഈ രണ്ട് കപ്പിളിനെ, ആ നെയ്ബേഴ്സിനെ ക്ഷണിച്ചേക്കുന്നത്. ഈ നെയ്ബേഴ്സ് ആണ് ഈ ഫുൾ ടൈം ഒച്ചയാണ് മോളില്, ഈ ഒച്ച. അപ്പൊ ഇത് കാരണം ഇയാൾക്ക് ഇവരെ ഇഷ്ടമല്ല. ഇവരെ കണ്ടിട്ടില്ല, ഇവർക്ക് ആദ്യമായിട്ട് കാണുന്നതാണ് ഇവർ വരുമ്പോ. എന്നാലും ഇവരുടെ ഒച്ച ഇവിടെ എപ്പോഴും കേൾക്കാറുണ്ട്. ഇവർക്കത് വലിയൊരു ശല്യമാണ്. അപ്പൊ ഇയാൾക്ക് ഇഷ്ടമല്ല ഈ കപ്പിൾസിന്. ഭാര്യക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭാര്യ മിസ് ചെയ്യുന്നത് ഇതാണ്. അപ്പൊ രണ്ട് സ്ട്രോങ് പോയിന്റാണ് ഈ പടത്തിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഒന്ന് ഇതിന്റെ സ്റ്റോറി, ഒന്ന് ഇതിന്റെ ആക്ടിങ്. കാരണം ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, ലൈക്ക് ഫുൾ പടം നടക്കുന്നത് ഒരു മുറിയിലാണ്, ഈ ഭാര്യയും ഭർത്താവിന്റെ മുറിയിൽ. അവർ ക്ഷണിച്ച രണ്ടുപേരും വരും, എന്നിട്ട് ഇവർ തമ്മിൽ സംസാരവും പരിപാടിയൊക്കെയാണ്. ഇതിലെ ക്ലൈമാക്സിൽ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവമുണ്ട്, എന്താണ് ഇത് ഉദ്ദേശം. ആ ഉദ്ദേശത്തിനെ പറ്റി പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞാൽ തീരൂല, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. പക്ഷെ അത് സ്പോയിലർ ആണ്, ഞാൻ പറയുന്നില്ല ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത്. പക്ഷേ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, ലൈക്ക് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഡയലോഗ്, വളരെ ഇൻഡെപ്ത് ആയിട്ട് ഇവരുടെ മാനസികമായിട്ടുള്ള എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഈ ഭാര്യയ്ക്ക് എന്താ പ്രശ്നം, ഭർത്താവിന് എന്താ പ്രശ്നം, ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം, ആ ഒരു ഭാര്യയും ഭർത്താവിനും തമ്മിൽ എന്താ പ്രശ്നം, അവർക്ക് ഇവരോട് എന്താണ്, ഇവർക്ക് അവരോട് എന്താണ്, ഇതൊക്കെയാണ് ബേസിക്കലി ഈ പടത്തിൽ പറയുന്നത്. വളരെ ഹിലേറിയസ് ആയിട്ടുള്ള ഡയലോഗാണ്, ലൈക്ക് വളരെ കോമഡി ഉണ്ട്, നല്ല ഡ്രാമയുണ്ട്. ബട്ട് ഇതെല്ലാവർക്കും അങ്ങനെ കണക്റ്റ് ആവില്ല. എല്ലാവർക്കും അവരുടെ നോട്ട് യുവർ കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. ഞാൻ ഡെഫിനറ്റ്ലി വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ രണ്ട് സ്ട്രോങ് പോയിന്റ്സ് പറയുകയാണെങ്കിൽ, ഒന്ന് ഇതിന്റെ ആക്ടിങ്. ഇതിലെ മെയിൻ നടിയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ഒലിവിയ എന്ന പുള്ളിക്കാരുടെ പേര്. പുള്ളിക്കാരി ഡയറക്റ്റ് ഒരു പടം കൂടി ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ബട്ട് പുള്ളിക്കാരി സൂപ്പർ ഡയറക്ടറാണ്, കാരണം സൂപ്പർ പടം എടുത്ത് വെച്ചേക്കുന്നു. ബട്ട് ആക്ടിങ്ങിന്റെ കാര്യത്തിൽ ഈ പുള്ളിക്കാരിയും പിന്നെ 3 പേരും, ദ മെയിൻ 4 കാസ്റ്റ്, 4 പേര് സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലൈക്ക് ഓരോ മൂമെന്റിലും ഒരാൾ കയറി നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇയാളാണ് ഈ പടത്തിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചത്. അപ്പൊ നെക്സ്റ്റ് ഒരു സീനിൽ വേറൊരാൾ കയറി വരും. അങ്ങനെ ഒന്നിനൊന്നിലും മികച്ചതായിട്ട് 4 പേരും അഭിനയിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു ആക്ടിങ് കാണാൻ വേണ്ടി തന്നെ എത്ര മണിക്കൂർ വേണമെങ്കിലും ഈ പടം കണ്ടുകൊണ്ടിരിക്കുക. അത്രയും അടിപൊളിയാണ് ഇവരുടെ അഭിനയം. പിന്നെ സ്റ്റോറി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഹ്യൂമൻ ഇമോഷന്റെ ഒരു ഇൻഡെപ്ത് ആയിട്ടാണ് ഈ പടം പറയുന്നത്. ഒരു നോവലിന്റെ ഒരു ഇതായിരിക്കണം ഈ പടം, കാരണം അത്ര ഇൻഡെപ്ത് ആയിട്ടാണ് ഡയലോഗ്സ് പറയുന്നത്. ശരിക്കും ഭയങ്കര സില്ലി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ചിലവർക്ക് തോന്നും. ഇതൊക്കെ വളരെ ഇമ്മോറൽ ആയിട്ടുള്ളൊരു തിങ്കിങ് ആണെന്ന് കുറെ പേർക്ക് തോന്നും. ബട്ട് ഇൻഡെപ്ത് ആയിട്ട് അതിന്റെ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണ്, ഇവർക്ക് തമ്മിൽ എന്താണ് ഇവരുടെ പ്രശ്നം, ഇവർ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇവരെ ഇങ്ങനെ ചിന്തിപ്പിച്ചു, എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനത്തെ ഒരു കാര്യം വേണം, അവരിനോട് എന്തുകൊണ്ട് ജലസി, പിന്നെ ജഡ്ജ്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ പടത്തിൽ പറയുന്നുണ്ട്. ഒരു ലൈഫ് ലെസൺ തന്നെയാണ് ഈ പടം. സാധാരണ ഒരു പടം നമുക്ക് ജസ്റ്റ് എന്റർടൈൻമെന്റിന് വേണ്ടി കാണാം. ബട്ട് ഈ ഒരു പടം കുറെ ലൈഫ് ലെസണും പിന്നെ കുറെ പ്രശ്നങ്ങളും അതൊക്കെ ശരിക്കും അടങ്ങിയിരിക്കുന്ന ഒരു പടമാണ്. ഈ പടം കണ്ട് കഴിയുമ്പോൾ തന്നെ ഒരു വലിയൊരു റിലീഫ് ഉണ്ടാവും. പിന്നെ ഈ പടം നിങ്ങൾ ക്ഷണിച്ച ഒരു കാര്യം, ലൈക്ക് ദ ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശരിക്കും ഈ പടത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് നിന്നൊരു കാര്യം, പടം കാണുമ്പോൾ നിങ്ങളൊരു വെയിറ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അത് ആ ഒരു പേ ഓഫ് അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നും പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെന്നും ഈ ഒരു പടത്തിൽ പറയുന്നുണ്ട്. കാരണം അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എൻഡിങ് വാസ് റിയലി സാറ്റിസ്ഫൈങ് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. പിന്നെ ഓബ്വിയസ്ലി ഈ ഒരു മോമെന്റ്സ്, അവർ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ, അതെല്ലാം വളരെ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവര് ഈ പടം കഴിയുമ്പോൾ ഈ 4 പേരെയും നന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കും. ഞാൻ നന്നായിട്ട് ഈ ക്യാരക്ടേഴ്സിന്റെ ശരിക്കും ലൈക്ക് മനസ്സിൽ നിന്ന് മായാത്ത രീതിയിൽ പതിഞ്ഞിട്ടുണ്ട്. ഈവൻ ദോ ഇറ്റ്സ് എ വെരി ഹിലേറിയസ് പടം. എന്തെങ്കിലും ചെറിയൊരു ഇത് ഇങ്ങനെയൊക്കെ ഇതെന്താ സംഭവിച്ചതെന്നുള്ളൊരു ക്വസ്റ്റ്യനും അറ്റ് ദി എൻഡിൽ വരും. അപ്പോൾ ഓവറോൾ ഇതൊരു ഹിലേറോ നല്ല തമാശ ഉള്ളൊരു ഡ്രാമയാണ്.
ബട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള പോയിന്റ്സ് പറയുന്ന ഒരു ഡ്രാമയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ബട്ട് ഇവർ പറയുന്ന പ്രമിസിലെ കുറച്ച് തിങ്കിങ്ങും ആ പരിപാടിയൊക്കെ എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല, എല്ലാവർക്കും അതിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഓബ്വിയസ്ലി ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടമല്ല, ആസ് യൂഷ്വൽ. ആൻഡ് യാ, ദാറ്റ് ഈസ് മൈ റിവ്യൂ. ഇറ്റ്സ് എ ഗുഡ് മൂവി. ഇറ്റ്സ് എ വെരി ഫൺ ഗുഡ് മൂവി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.